മനസ്സിന്റെ പ്രവാചകൻ. വിശ്വമോഹിനിയായ ക്ലിയോപാട്രയോട് മാർക്ക് ആന്റണി ചോദിച്ചു, വശ്യമനോഹരമായ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമെന്താണെന്ന്. ഓരോ അവയവങ്ങളെപ്പറ്റിയും എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ ക്ലിയോപാട്ര പറഞ്ഞ മറുപടി എല്ലാം എൻ്റെ മനസ്സാണെന്നാണ്. ഇത് ചരിത്രകഥ. ഇന്ന് മനഃശാസ്ത്രജ്ഞർ അത് പഠന ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. ന്യൂറോ സയൻസിന് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക മനഃശാസ്ത്രം മനുഷ്യന്റെ എല്ലാവിധ പെരുമാറ്റങ്ങളുടെയും മസ്തിഷ്ക പ്രവർത്തനങ്ങൾ അനാവരണം ചെയ്ത് മാനസികാരോഗ്യത്തിന് ദിശാബോധവും സമൂഹത്തിന് ഉൾക്കാഴ്ചയും നൽകി തുടങ്ങി. ഇന്ന് മനഃശാസ്ത്രം ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. മനഃശാസ്ത്രജ്ഞനിൽ നിന്ന് വേറിട്ട സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനകീയനായ ഒരു മനഃശാസ്ത്ര പ്രതിഭയാണ് ഇന്ന് നാം ഇവിടെ ആദരിക്കുന്ന ഡോക്ടർ CK അനിൽകുമാർ. ആഴമുള്ള സമുദ്രത്തിൽ നിശ്ചേതനമായി കിടക്കുന്ന ഒരു യന്ത്രത്തിന്റെ കേടുപാടുകൾ കണ്ടെത്തുന്നത് പോലെയോ ഒരു വനാന്തരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെയോ ആണ് ഒരാളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. 30 വർഷത്തെ ചികിത്സാനുഭവമുള്ള മനഃശാസ്ത്ര ചികിത്സകൻ, ഗ്രന്ഥകാരൻ, കോളമിസ്റ്റ്, പ്രഭാഷകൻ, ട്രെയിനർ, നടൻ, ഡയറക്ടർ എന്നിങ്ങനെയുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് ഡോക്ടർ അനിൽകുമാർ. 13-ൽ പരം പുസ്തകങ്ങൾ, 600-ലധികം അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ക്ലാസുകൾ, വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് ലെക്ചർ, കേരളത്തിലെ ആദ്യത്തെ ജയിൽ തടവുകാരുടെ മാനസിക പരിവർത്തനങ്ങൾക്കായുള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലകൾ നിരവധിയാണ്. തൊഴിൽ നിലനിൽപ്പിനാണെങ്കിൽ ജീവിതമാർക്ക് വേണ്ടിയെന്ന താത്വികമായ ചോദ്യത്തെ ഡോക്ടർ അനിൽകുമാർ ലാഭേച്ഛയില്ലാത്ത സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ തികച്ചും അർത്ഥവത്താക്കുന്നു. സമൂഹത്തിലെ പലരും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കി സേവചക്ര അവാർഡ്, വയലാർ സൃഷ്ടി അവാർഡ് എന്നിവ നൽകി ഇതിനകം ആദരിച്ചിട്ടുണ്ട്. പ്രശസ്ത സൈക്കോളജിസ്റ്റും സർവോപരി ഒരു മാതൃകാ അധ്യാപകനുമായ ഡോക്ടർ അനിൽകുമാറിന്റെ സേവനം വിദ്യാർത്ഥി ലോകത്തിന് ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പരീക്ഷ അടുത്ത സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷത്തിനും ഭയത്തിനുമെല്ലാം വളരെയധികം ശമനം ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന നവജീവൻ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൻ്റെ ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ അനിൽകുമാർ ഞാനുമായി പരിചയപ്പെട്ട് 10-12 വർഷത്തിലേറെ ആയിട്ടുണ്ട്. വളരെ അധികം കാര്യപ്രാപ്തിയുള്ള ഒരു പൊതുപ്രവർത്തനം എന്നതിലും ഉപരിയായി ഒരു മാനസിക രോഗ ചികിത്സകനും കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ CK അനിൽകുമാർ മാനസിക ആരോഗ്യ ചികിത്സാ രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്, ഹിപ്നോ തെറാപ്പിസ്റ്റാണ്. അതിനുപരി മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഏത് മേഖലയിലും വളരെയധികം ഉയർന്ന് താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 10-15 വർഷത്തോളം ആയിട്ട് എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. പ്രധാനമായിട്ടും എനിക്കുള്ള പരിചയം അദ്ദേഹത്തിന്റെ ആത്മഹത്യാ പ്രതിരോധ രംഗത്തുള്ള നിരവധി പ്രവർത്തനമുള്ള സംഭാവനകളിൽ കൂടിയാണ്. ഇങ്ങനെയൊരു സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് സലീം എന്നാണ്. ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഒരു 1.5 വർഷം മുന്നേ ഡോക്ടർ CK അനിൽകുമാർ ഞാൻ പരിചയപ്പെട്ടു. എൻ്റെ മകളുടെ ഒരു ഡിപ്രഷൻ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അവരെ സമീപിച്ചിരുന്നു. വെറും 3 സിറ്റിങ്ങിൽ മാത്രം അവളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിനുശേഷം ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സായി. എനിക്ക് CKനെ പറ്റി പറയാനുള്ളത്, CK ഒരു വളരെ നല്ല മനുഷ്യൻ മാത്രമല്ല, അവരുടെ ഫീൽഡിലെ ഒരു എക്സ്പേർട്ടാണ്. നോളജ്, ഇൻക്രെഡിബിൾ നോളജ് ഐ വിൽ സേ. ആൻഡ് ഐ വിഷ് ഹിം ഓൾ ദി വെരി ബെസ്റ്റ്. ഐ എം ഷെറിൻ. ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള അനിൽ സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. അനിൽ സാറിൻ്റെ ഈ ക്ലാസ്സിൽ വന്നതോടെ എനിക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ മെൻ്റൽ മാനസിക നിലയിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. വ്യക്തിപരമായ രീതിയിൽ ഈ ക്ലാസ് കൊണ്ട് എനിക്കുണ്ടായ വിജയം അതാണ്. രണ്ടാമത്, ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഞാൻ അധികമൊന്നും പഠിച്ചില്ലെങ്കിലും ആ മേഖലയിലോട്ട് ഞാൻ കൈകടത്താൻ പോകാത്തത് കൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു ഹിപ്നോട്ടിസ്റ്റ് എന്ന രീതിയിൽ വളരെയധികം കാര്യങ്ങൾ ഞാൻ പഠിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇൻസ്റ്റന്റ് ഹിപ്നോട്ടിസം പോലെയുള്ള വളരെ തന്ത്രപരമായ കാര്യങ്ങൾ അനിൽ സാർ ഷെയർ ചെയ്തത് ഈ ക്ലാസ് വളരെ വർത്തിയായിട്ട് തോന്നി. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു $1 മില്യൺ ക്ലാസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാലത്തിന് മുൻപേ പറക്കുന്ന പക്ഷിയാണ് ഡോക്ടർ അനിൽകുമാർ എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ പ്രവർത്തകൻ പ്രമോദ് ചിറ്റാരിപ്പറമ്പാണ്. പ്രിയ അനിൽകുമാർ,
ഈ മേഖലയിലെ പുതിയ സാധ്യതകളെപ്പറ്റി പര്യവേഷണം നടത്തൂ, അങ്ങനെ ഒരു മാർഗനിർദ്ദേശകനാകൂ എന്ന് പറഞ്ഞത് ആദരണീയനായ റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് ശ്രീ VR കൃഷ്ണയ്യരാണ്. ഈ ഒരു ജീവിതപാത തന്നെയാണ് ഡോക്ടർ അനിൽകുമാർ തിരഞ്ഞെടുത്തത്. മനസ്സിന്റെ താളം തെറ്റാൻ, നിയന്ത്രണം തെറ്റാൻ ഒരു നിമിഷം മതി. മനസ്സിന്റെ വിഹ്വലതകൾ അറിഞ്ഞ് സാന്ത്വനവും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഇദ്ദേഹം മനസ്സിന്റെ പ്രവാചകൻ തന്നെയെന്ന് അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം. കാലത്തിന്റെ മഹാപ്രവാഹത്തിൽ ശാസ്ത്രത്തിന്റെ അഭൂതപൂർവമായ നേട്ടങ്ങൾക്ക് മുൻപിൽ മനസ്സിന്റെ നിഗൂഢതകൾ ഇനിയും അനാവരണം ചെയ്യപ്പെടട്ടെ. ഡോക്ടർ അനിൽകുമാറിന് പ്രിയ ശിഷ്യരുടെ, നാടിന്റെ, സുഹൃത്തുക്കളുടെ സ്നേഹാദരം.